ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ CPM1 കാർ കളക്ഷൻ കാണിക്കുകയാണ്. ഞാൻ അത്രയ്ക്ക് റിച്ച് ഒന്നുമല്ല. എനിക്കിപ്പോൾ എൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, അതിൽ അത്യാവശ്യം പൈസയും പിന്നെ കാർസൊക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഡിലീറ്റ് ആയിപ്പോയി. ഇപ്പോൾ ഞാൻ വീണ്ടും ഇത് വന്നേക്കുന്നത് പുതിയൊരു അക്കൗണ്ട് എടുത്തിട്ടാണ്. പിന്നെ ഇത് കളിക്കാൻ തുടങ്ങി 2 ആഴ്ച ആയിട്ടുള്ളൂ. പക്ഷേ ഞാൻ എങ്ങനെയൊക്കെ കുറച്ച് കാർസൊക്കെ എടുക്കാൻ പറ്റി. അതെല്ലാം ഞാൻ ഫ്രഷായിട്ട് എടുത്തതല്ല, ഞാൻ എല്ലാം ഇങ്ങനെ നമ്മുടെ ഓൺലൈനിൽ പോയിട്ട് സെയിലിനോ ഭയങ്കര പിന്നെ എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ വന്നേക്കുന്നത് നമ്മുടെ ഈ ഫസ്റ്റ് കിട്ടുന്ന കാറാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോയപ്പോഴത്തേക്കും അവരുടെ കൂടെ ഇങ്ങനെ കളിച്ചപ്പോഴത്തേക്കും ചെളിയായതാണ്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ നല്ല ലോഗോടും ആക്കിയിട്ടുണ്ട്. വേറെ ചെയ്തേക്കണ കളർ മാറ്റി, പിന്നെ അലോയ് കയറ്റിയിട്ടുണ്ട്. വേറൊന്നും ഈ കാറിൽ ചെയ്തിട്ടില്ല. പിന്നെ വന്നേക്കണേ നമ്മുടെ വേറൊരു മിനി കാറാണ്. അതിൻ്റെ ഞാൻ ചെയ്തേക്കണേ ചെറുതായിട്ട് ഇവിടെ ഒരു ഇതുണ്ടോ, ബോഡി ഇത്തിരി തള്ളിയിട്ടാണ് നിൽക്കണേ. അതുകൂടാണ്ട് നമ്മുടെ അലോയ്സ് മാറ്റിയിട്ടുണ്ട്, ടയർ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ബോണറ്റ് ഞാൻ എടുത്ത് കളഞ്ഞു. അതൊരു ലുക്ക് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഇത്തിരിയെങ്കിലും ലുക്ക് വന്നത്. പിന്നെ ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കി, പക്ഷേ ആർക്കും ഈ കാർ വേണ്ട. ഓൾമോസ്റ്റ് എല്ലാവരും കയ്യിൽ ഈ കാറുണ്ട്. പിന്നെ അതുകൂടാണ്ട് വേറെ വന്നേക്കണത് ഈ കാറാണ്. ഇതെനിക്ക് $1 കിട്ടിയാണ് കാര്യം. പക്ഷേ ഞാൻ ഇത് പൊട്ടക്കാറാണ് എനിക്ക് വന്നതാണ്. പിന്നെ ഇത് നമ്മുടെ ടോപ്പ് ബോക്സിൽ റൂഫ് ബോക്സ് പോലത്തെ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ബോഡി കിറ്റ്, ഇത് ലിപ്പ് കയറ്റിയിട്ടുണ്ട്, വിങ് കയറ്റിയിട്ടുണ്ട്. പിന്നെ അലോയ് മാറ്റിയിട്ടുണ്ട്, ടയർ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ കാർ $1 കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതിൻ്റെ HP നിങ്ങൾ നോക്കുക ഗൈസ്, 927 HP ആണ് ഇതിന്. ഇത് ഭയങ്കര ഫാസ്റ്റുമാണ്. പിന്നെ V12 ഇതിന് ഇൻസ്റ്റാൾ ആയിട്ടുള്ളത്. പിന്നെ ട്രിപ്പിൾ ടെർബോ, അങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ കളർ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഒരു ബ്ലാക്കായിരുന്നു എനിക്ക് കിട്ടിയത്, പിന്നെ ഈ കളറിലേക്കൊന്ന് മാറ്റി. പിന്നെ നമ്മുടെ താർ അല്ലെങ്കിൽ നമ്മുടെ ജീപ്പ് റൂബിക്കോണാണ്. ഇത് എനിക്ക് $1 തന്നെ കിട്ടിയാണ് ഗായ്സ്. പക്ഷേ ഇത് മലയാളിയായിരുന്നു എൻ്റെ കൂടെ കളിച്ചത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ നിൽക്കണുണ്ട്. അവൻ പറഞ്ഞ് ഫ്രീ കാറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് അത് നല്ലതായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എടുത്തതാണ്. അവൻ $1 ഇവിടെ മഹേന്ദ്ര എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ചെയ്തതല്ല, ഇത് ഞാൻ ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഈ കളറ് മാത്രമേ ഞാൻ മാറ്റിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം അവൻ ചെയ്തതാണ്. പിന്നെ ഉള്ളത് ഈ കാറാണ്. ഇത് ഏത് കാറാണ് എനിക്കറിയില്ല, പക്ഷേ ഐ ജസ്റ്റ് ലവ് ഡ്രൈവിങ് ദിസ് ഇൻ മാനുവൽ ഗിയർ. ആൻഡ് ഇതൊരു സൂപ്പർ കാറാണ്. നമ്മുടെ ഇത് അലോയ് മാറ്റിയിട്ടുണ്ട് ഞാൻ, പിന്നെ കളർ മാറ്റിയിട്ടുണ്ട്. ഉള്ളിലേക്ക് ടയർ കയറ്റിയിട്ടുണ്ട് ഇത്തിരി കൂടി. പിന്നെ നല്ല ലോബോർഡും ആക്കിയിട്ടുണ്ട്. കളർ ഞാൻ ഇത് കിട്ടിയപ്പോൾ എനിക്ക് വൈറ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ഈ കളറിലേക്ക് മാറ്റിയാണ്. ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഏത് കാറുണ്ടായിരുന്നല്ലോ, ഈ കാറിൻ്റെ കളറും ഈ കാറിൻ്റെ കളറ് ഓൾമോസ്റ്റ് സെയിമാണ്. എനിക്ക് എന്താണെന്നറിയില്ല, എല്ലാ കളറും എടുത്ത് ഞാൻ ഏറ്റവും അവസാനം വരുമ്പോൾ ഈ കളറിൽ തന്നെ വരുള്ളൂ. പിന്നെ വന്നിട്ട് നമ്മുടെ സുപ്ര Mark 5 ആണ്. ഇതിൻ്റെ ഞാൻ ചെയ്തേക്കണതെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോഡി കിറ്റ് വൈറ്റ് ബോഡി കിറ്റാണ് ചെയ്തേക്കണേ. പിന്നെ ടയർ അലോയ്സ് ഫ്രഷാണ്. പിന്നെ നമ്മുടെ വിങ് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിവിടെ സ്റ്റിക്കർ വെറുതെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് ബോണറ്റിൽ. പിന്നെ ഇതിൻ്റെ HP വന്നേക്കണേ 926 ആണ്. അപ്പോൾ ഈ കാറിന് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇത് വരുമ്പോൾ ട്രിപ്പിൾ ടെർബോയാണ്. പിന്നെ വേറെ വന്നേക്കുന്നത് V12 എഞ്ചിനുമാണ് വന്നേക്കുന്നത്. വേറെ ഒന്നും ഈ കാറിൽ ഞാൻ ചെയ്തിട്ടില്ല. നല്ല ലോബോർഡ് ആക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എൻ്റെ ഇരിക്കണ എല്ലാ കാറും ഞാൻ നല്ല ലോബോർഡ് ആക്കിയിട്ടുണ്ട്, താർ ഒഴിച്ച്. പിന്നെ അടുത്ത എനിക്ക് ഈ കാർ ഭയങ്കര ഇഷ്ടമാണ്, ജീപ്പ് ഗ്രാൻഡ് ചെറോക്കിയാണ്. അപ്പോൾ ഇത് വന്നേക്കണത് കണ്ടോ, ഈ കളറും കണ്ടോ, ഇതെല്ലാം എനിക്കൊരു ഫേവറേറ്റ് കളറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ഇതിനു മുമ്പ് ഒരു Audi R8 ആയിരുന്നു. അതിന് ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഈ കാർ കിട്ടിയത്. പിന്നെ ഇതിന് ഞാൻ വേറെ കുറച്ച് സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കാർബൺ ഫൈബർ ബോണറ്റ് ആക്കിയിട്ടുണ്ട്, ഹുഡ്. പിന്നെ ലൈറ്റ് കയറ്റിയിട്ടുണ്ട്. പിന്നെ അലോയ്സ്, പിന്നെ ഇത്തിരി ലോവോർഡും ആക്കിയിട്ടുണ്ട്. അത്രയ്ക്ക് ആക്കണില്ല, കാരണം ഇതൊരു XUV അല്ലേ, അതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് ലോവോർഡ് ആക്കണില്ല. പിന്നെ വന്നിരിക്കുന്നത് എനിക്കൊരു കോണിസാക്ക് ജെസ്കോ 1 ആണ്. ജെസ്കോ അല്ല, കോണിസാക്ക് 1 ആണ്. അപ്പോൾ ഇതിന് ഞാൻ ലൈറ്റ് കയറ്റിയിട്ടുണ്ട്, കളറും മാറ്റിയിട്ടുണ്ട്. പിന്നെ അലോയ് കയറ്റിയിട്ടുണ്ട്.
പിന്നെ സ്പോയിലറും വന്നിട്ടുണ്ട്. ഇതിൻ്റെ HP 1406 ആണ് ഇതിൻ്റെ HP. സോറി ഗൈസ്, ഗ്രാൻഡ് ചെറോക്കിയുടെ HP കാണിക്കാൻ മറന്നു. ഇതിൻ്റെ 1695 HP ആണ് വന്നേക്കുന്നത്. ഇനി വേറെ കാറുള്ളത് നമ്മുടെ എനിക്ക് ഫ്രീ ആയിട്ട് ഇടാൻ മറ്റേ ഡെയിലി ടാസ്ക് ചെയ്തിട്ട് കിട്ടൂലേ, ഐ മീൻ ഡെയിലി റിവാർഡ്സ്, അതാണ്. അപ്പോൾ ഇതൊരു ഡോഡ്ജിൻ്റെ പിക്കപ്പ് ട്രക്കാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഓഫ് റോഡിനൊക്കെ പോകാനായിട്ട് ഇതിന് ഞാൻ ചെയ്തേക്കണേ അലോയ് കിട്ടിയിട്ടുണ്ട്. ടയർ നല്ല തിക്കായിട്ടുള്ള ഒരു ടയറാണ് ഇട്ടേക്കണേ. പിന്നെ അതുകൂടാണ്ട് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ ഈ കാറിൽ. വേറെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ ഇത് ഗ്രാൻഡ് ചെറോക്കിയാണ് ഗൈസ്. കാരണം ഇത് സെക്കൻഡ് ഗിയറിൽ തന്നെ 300 അടിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. സൂപ്പറാണ്. ഞാൻ വേറെ ഇതിന് ചെയ്ത ഡീമൺ എന്നൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. വേറൊന്നും ചെയ്തിട്ടില്ല ഗൈസ്. എനിക്ക് ഈ കാർ ഇത്രയും കൂടി നല്ല നല്ല പണിതെടുക്കണമെന്നുണ്ട്, നല്ല നല്ല വിൽക്കാനായിട്ട്. ഈ കാറിൽ ഞാൻ എന്തെങ്കിലും ചെയ്ത് നോക്കട്ടെ ഗൈസ്. ജസ്റ്റ് ഈ കാറിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഡൗൺ ഗൈസ്. എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടതെന്ന്. നമുക്ക് അലോയ് മാറ്റണമെങ്കിലോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ. എനിക്ക് ഇത് കണ്ടോ, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഗൈസ്. ഇതുണ്ട്, ഇതേപോലെ റൂഫ് ഇങ്ങനെ മാറ്റണമെന്നുണ്ട്. പക്ഷേ അതിന് പ്രീമിയം എടുക്കണം. പക്ഷേ അത് ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ എനിക്ക് പറ്റണില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്.